സോ എല്ലാവർക്കും റെസ്ലിംഗ് എംപയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ച് കളിക്കാൻ പോകുന്നത് ബിഗ് ഷോ വേഴ്സസ് ബ്രോൺസും തമ്മിലൊരു 1v1 മാച്ചാണ് കളിക്കാൻ പോകുന്നത്. സോ എൻ്റെ മനസ്സിൽ തോന്നുന്നൊരു ആശയമാണ് ഈ മാച്ച് കളിച്ചാൽ എങ്ങനെ റെസ്ലിംഗ് എംപയർ WWE കാലങ്ങളായിട്ട് നടന്ന ഫ്യൂഡ് ഈ മാച്ചിൽ നമുക്ക് ഈ റെസ്ലിംഗ് എംപയർ കളിച്ചാൽ എങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് മാച്ചിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ട് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോ മാച്ചിലേക്ക് കിടക്കാം. അപ്പോൾ ബിഗ് ഷോ വിസ് ബ്രോൺസ് ആണ്. അപ്പോൾ ഞാൻ റൂൾസ് ഒന്നും കാണിക്കുന്നില്ല. അതൊരു ഹാർഡ് കോർ മാച്ച്. അത് അവർക്ക് എങ്ങനെയാണ് മാച്ച് ഉണ്ടായത് അതൊരു സെയിം, അത് ബിഗ് ഷോ വിസ് ബ്രോൺസും തമ്മിലൊരു മാച്ച് എങ്ങനെ WWE ഉണ്ടായത് ആ ഒരു സെയിം മാച്ചാണ് ഞാൻ ഇവിടെ റെസ്ലിംഗ് എംപയർ കളിക്കാൻ പോകുന്നത്. പിന്നെ ഒരു സ്റ്റീൽ കേജ് അല്ലെന്നേ ഉള്ളൂ. മറ്റേത് സ്റ്റീൽ കേജ് ആയിരുന്നു, ഇവിടുത്തെ സ്റ്റീൽ കേജ് അറിയാമല്ലോ. സ്റ്റീൽ കേജിന് ക്യാമറ ആംഗിൾസ് ഈ റെസ്ലിംഗ് വേർഷൻ 3D ആയാലും ഈ റെസ്ലിംഗ് എംപയർ ആയാലും ആ ഒരു ക്യാമറ ആംഗിൾ അവർക്ക് ഭയങ്കര മോശമാണ്, അതറിയാമല്ലോ. അപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. നമുക്ക് ഗ്രില്ല് മാത്രം കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റീൽ കേജ് മാച്ച് എടുക്കണമെന്നിരുന്നതിന് പക്ഷേ വേണ്ട, അത് നമുക്ക് വേറൊരു മാച്ച് സെറ്റ് ചെയ്യാം. ഇവർ ഫ്യൂഡിങ്ങനെ കണ്ണു വേട്ട അപ്പം സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊരു ഹാർഡ് കോർ മാച്ച്. ബാക്കി എല്ലാ സ്റ്റിപ്പുലേഷനും സെയിം ആയിരുന്നു കേട്ടോ, എല്ലാം സെയിം ആക്കിയിട്ടുണ്ട്. അപ്പം റൂൾസൊക്കെ ഞാൻ ജസ്റ്റ് കാണിക്കാണ്ടത്, ഇത് ക്ലാസിക് സെയിം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ മാച്ചിലേക്ക് പോകാം. ഓക്കെ, മൈക്ക് പ്രോമോ ഒന്നും വേണ്ട, നമുക്ക് അനൗൺസ് ചെയ്യാം. ഇത് എക്സ്പ്ലെയിൻ റൂൾസോ അങ്ങനെയൊക്കെ അനൗൺസർ ആങ്കർ അനൗൺസ് ചെയ്യണ്ടേ. ഓക്കെ, അനൗൺസ്മെൻറ്റ് ഗസ്റ്റ് റെഫറി ഓക്കെ ഓഡിയൻസിൻ്റെ വോട്ട് ആർക്കാ സപ്പോർട്ടെന്നൊക്കെ. അപ്പോൾ നമ്മൾ ബ്രോൺ സ്റ്റോമാനായിട്ടാണ് മാച്ച് ചെയ്യുമ്പോൾ. ഓക്കെ, യെസ്, ബ്രോൺ സ്റ്റോമാൻ. ഈ മാച്ചിൽ നേരത്തെ ബ്രോൺ സ്റ്റോമാൻ ജയിക്കുമോ, ബിഗ് ഷോ ചരിത്രം കുറിക്കുമോ നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, ഫസ്റ്റ് ലൈനത്തിൽ മോൺസ്റ്ററാണ് വന്നിരിക്കുന്നത്, ബ്രോൺ സ്റ്റോമാനാണ് വരുന്നത്. ബ്രോൺ സ്റ്റോമാൻ വന്നതിന് ശേഷം ബ്രോൺ സ്റ്റോമാൻ വരുന്നു. യെസ്, ബ്രോൺ സ്റ്റോമാൻ മൈക്കൊക്കെ ആയിട്ട് മൈക്കൊന്നും വേണ്ട. യെസ് യെസ്, ബ്രോൺ സ്റ്റോമാൻ റിംഗ് സൈഡ് ഫുള്ള് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, എല്ലാം ഉണ്ട്. എനിക്കറിയാം. യെസ്, ദി മോൺസ്റ്റർ ഈസ് ബാക്ക്, ബ്രോൺ സ്റ്റോമാൻ. യെസ്, നെക്സ്റ്റ് ബ്രോൺ സ്റ്റോമാൻ ബിഗ് ഷോ ഒക്കെ കാത്തിരിക്കുന്നു. ബിഗ് ഷോ വരുന്നു. യെസ്, ബിഗ് ഷോയുടെ ടീംമേറ്റായ വുഡ്രോ. ഓക്കെ, വുഡ്രോ വരുന്നു. യെസ്, ഇവർ തമ്മിൽ ഫേസ് ടു ഫേസ്, എന്ത് റൊമാൻറ്റിഫിക്കേഷൻ, ഒരു നൊസ്റ്റാജിക് ഫീൽ നമുക്ക് വരുന്നു ഇവർ തമ്മിൽ ഫേസ് ടു ഫേസ്. ഓക്കെ, ആങ്കർ പറയുന്നു, റെഫറി ഇവിടെ പറയുന്നത് മറ്റേ അനൗൺസർ ടൈമിൽ ഇവിടെ റെഫറി. ഓക്കെ, മാച്ചിൻ്റെ റൂൾസൊക്കെയാണ് പറയുന്നത് റെഫറി. ബിഗ് ഷോ വേഴ്സസ് ബ്രോൺസും ഹാർഡ് കോർ മാച്ച്. ഓക്കെ, ഇൻ കേസ് യു ഹാവ് സീൻ മാച്ച് ലൈക്ക് ബിഫോർ. ഓക്കെ, ഇനി ബാക്കിയെല്ലാം പറയാം. ഓക്കെ, നമ്മൾ റൂൾസ് സെറ്റ് ചെയ്തത് ഈ റൂൾസിനൊക്കെ എനിക്ക് പുല്ലാന്ന് പറയാണ്. ബിഗ് ഷോ തിരിച്ചും പറയാണ്, മറുപടി പറയാണ്. പറച്ചിട്ടില്ല, മാച്ചിലാണ് കാര്യം തെളിയിക്കേണ്ടത് മക്കളെ. യെസ്, ബിഗ് ഷോ ബിഗ് ഷോ എന്തോ എനിക്കോ. അപ്പോൾ നമ്മൾ വെള്ളോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ബിഗ് ഷോ വെള്ളോട്ടിരിക്കുകയാണ്. നമുക്ക് വേറെ റിങ്ങിൽ കയറാം. ഇതൊരു ഹാർഡ് കോർ മാച്ച് ആയതുകൊണ്ട് എന്തും നടക്കാം. ഓക്കെ, യെസ് ഇറങ്ങും. ബിഗ് ഷോ ഒരു സ്ലീപ്പർ ഹോൾ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ചെറുക്ക. അയ്യോ, ബിഗ് ഷോ എന്തിട്ട് എടുക്കുക. ബിഗ് ഷോ അനങ്ങാൻ പറ്റത്തില്ല. കേരള വെറുതെ റിസ്ക് എടുക്കൽ. ഞാൻ ബിഗ് ഷോയുടെ ഒരു പഞ്ച് ചെയ്യാൻ പോയായിരുന്നു. ഓക്കെ, ബിഗ് ഷോ നമ്മളെ പൊക്കിയെടുത്തു. തെന്നിപ്പോയി. ഓക്കെ, ബിഗ് ഷോ ചോരയൊക്കെ വീഴുന്നു. ഓക്കെ, നമ്മളെ പൊക്കിയെടുത്തെറിഞ്ഞിരിക്കുകയാണ്. ഇതിൽ ബ്രോൺ സ്റ്റോമാൻ വെറും പഴമാണെന്ന് തോന്നുന്നു. ഓക്കെ, പഴമല്ല, നമ്മൾ പറയുന്ന കേട്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഒരു സുപ്ലക്സ്, ഗഡ് സുപ്ലക്സ്. ഓക്കെ, നമ്മൾ ഹഡ് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഓക്കെ
ഓ എടാ ബിഗ് ഷോ, ഇതിലെ ബിഗ് ഷോ ഇച്ചിരി അഗ്രസീവ് ആണെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കരുത്. നമ്മളെ പൊക്കിയെടുത്തു. ഓ ഹെഡ് ലോക്ക് ടെക് ഡൗൺ, ഹെഡ് ടെക് ഡൗൺ ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. യെസ്. ഓ കറക്കാനും പറ്റുന്നില്ലേ? യെസ്, നമ്മൾ തരംഗം മുന്നിട്ട് അടിക്കണം. ഓക്കെ, നമ്മളിട്ട് കറക്കുവാണ്. റെഫറി മുമ്പിൽ നിന്ന് മാറൂ. ഓക്കെ ഓക്കെ. ഓ കറക്കി വെല്ലോട്ട് ഇരിക്കുന്നു. ബ്രോൺ സ്റ്റോമാണ് തല ഇറങ്ങുന്നു. ഓക്കെ ഓക്കെ. ബിഗ് ഷോ ഇപ്പം കയറും. യെസ്. ഓ സ്പ്ലാഷ് ചെയ്യാൻ കരുതുന്നില്ല. നോ വേ. ഓക്കെ, ബിഗ് ഷോ ഒരു ബിഗ് ബോട്ട്. ഓക്കെ, നമ്മളൊരു ആംഗിളിലൊക്കെ ഇരിക്കുകയാണ്. ഓക്കെ. ഓ ഷിറ്റ്, നമ്മളെ കടത്തി. അയ്യോ തോറ്റ്. ഇത് നിൽക്കുന്നുണ്ട്, കാണാനും പറ്റുന്നില്ല. അയ്യോ അനങ്ങുന്നില്ല. ഓക്കെ ഓക്കെ, അടിച്ച് തലമണ്ട നോക്കി അടിച്ചിരിക്കുകയാണ്. ഓക്കെ 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 ഓക്കെ. അത് ഫൗളോ അലമ്പ? അതെന്തുവാ? നിനക്കുള്ള പണി ഞാൻ വരുത്തരാടാ ഫുഡ്രോ. ഓക്കെ, നമ്മളെ വീണ്ടും പിടിച്ചിരിക്കുകയാണ്. ആംഗിൾ ലോക്കൊക്കെ ഒന്ന് ബിഗ് ഷോ നമ്മളൊന്ന് തോപ്പിച്ചതിൻ്റെ പകരം കിട്ടുവാണെന്ന് തോന്നുന്നു. ബിഗ് ഷോ ചരിത്രം കുറിക്കുമോ? അത് ബ്രോൺ സ്റ്റോമനെ തോപ്പിക്കുമോ? നോക്കാം, അതിൻ്റെ റിവെഞ്ച് നടത്തുമോ അതോ ബ്രോൺ സ്റ്റോമൻ തന്നെ സ്റ്റിൽ ചെയ്യും? അയ്യോ, ബിഗ് ഷോയ്ക്ക് സ്പെഷ്യൽ വന്നിരിക്കുകയാണ്. നമ്മുടെ പണിക്കുറ്റ ഏകദേശം തീർന്നില്ല. യെസ്. ഓ ഇതെന്തോ റോളർ സ്കേറ്റ് വെച്ചടിച്ചു. യെസ്, ഇതിൽ ബ്രോൺ സ്റ്റോമാൻ. ബ്രോൺ സ്റ്റോമാൻ എന്ത് പറ്റി? സ്റ്റോമാൻ ബിഗ് ഷോ എന്തോ ലോക്കിലാന്നാ ഫുള്ള് കളി. യെസ്, സ്പിയർ. നമ്മൾ കറക്കി ഡാ പിന്നെ ഇച്ചിരി നമുക്ക് വേറെങ്കിലും കയറാം. പിടിക്കാൻ പറ്റുന്നില്ല. ബ്രോൺ സ്റ്റോമൻ വീണ്ടും കാണിക്കാൻ ഇറങ്ങി വാടാന്ന് പറയാണ്. യെസ്, നമ്മൾ ലോക്കിട്ടിരിക്കുകയാണ്. ബ്രോൺ സ്റ്റോമൻ. ഓക്കെ. ഫിൻബാറിലല്ല ഒഴിക്കുന്നത്. യെസ്, കൊള്ളാന്ന് പറയാണ്. ഓ എൻ്റെ മോനെ, അത് കണ്ടായിരുന്നു. ചോക്സ്ലാൻ ചെയ്യുമ്പോൾ ബിഗ് ഷോ റിവേഴ്സ് ചെയ്ത്. ഓക്കെ ബിഗ് ഷോയ്ക്ക് സ്പെഷ്യൽ വന്നിരിക്കുകയാണ്. തീർന്നു. അയ്യോ തീർന്നു. നോ. ബ്രോൺ സ്റ്റോമൻ തീർന്നു. 1 2. ഓ ഷിറ്റ്, ജയിച്ചിരിക്കുകയാണ്. ബ്രോൺ സ്റ്റോമൻ തോറ്റിരിക്കുകയാണ്. ബിഗ് ഷോ ജയിച്ചിരിക്കുകയാണ്. ഓക്കെ, യെസ്. അങ്ങനെ ബ്രോൺ സ്റ്റോമൻ തോറ്റിരിക്കുകയാണ്. തോറ്റ ദേശത്തി എടാ ഭ്രാന്ത് വന്നിരിക്കുകയാണ്. ഓക്കെ, പിൻബാലർ. യെസ്, ഓക്കെ. അങ്ങനെ ബിഗ് ഷോ റിവെഞ്ച് ചെയ്തിരിക്കുന്നു. ഓക്കെ,
WWE ബ്രോൺ സ്റ്റോമാണ് ജയിച്ചെങ്കിൽ ഇവിടെ ബിഗ് ഷോ ജയിച്ചു. ഓക്കെ പിന്നെ മാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇതൊരു കുഞ്ഞു മാച്ചാണ്. ഒരു 9 മിനിറ്റ് ഇല്ല, ഒരു 5-6 മിനിറ്റ് ബാക്കി 3 മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം നമ്മൾ വീഡിയോ ആയിട്ട് 10 മിനിറ്റ്. ഓക്കെ, 5-6 മിനിറ്റ് പോയി കാണും മാച്ച്. അപ്പോൾ ഈ മാച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ബിഗ് ഷോ ഫാൻസിന് ഈ ഒരു ന്യൂസ് സന്തോഷമായിരിക്കും. ബ്രോൺ സ്റ്റോമൻ ഫാൻസ് അതിന് തെറി വിളിക്കാൻ പറ്റില്ല. നമുക്ക് അടുത്ത മാച്ച് നമുക്ക് വിജയിക്കാൻ നോക്കാം. ഈ മാച്ചിൽ ബ്രോൺ സ്റ്റോമൻ എന്തോ ഒരു സാങ്കേതിക തകരാറുണ്ട്, കാരണം ഒന്നും ഇരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് കുറേ ചേഞ്ചൊക്കെ വരുത്താറുണ്ട്. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് മാച്ചിൽ ഇവിടെ തമ്മിൽ ഫ്യൂഡ് മുന്നോട്ട് നമുക്ക് എല്ലാം ഒരു പേപ്പർ മാച്ച് ഉറപ്പിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നിങ്ങൾ ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാച്ചിൽ കിടന്ന് വരാം. എല്ലാവർക്കും ബൈ.